പ്രിയപ്പെട്ട ഇടത്തനാട്ടുകരക്കാരെ, ഞാനത് മനഃപൂർവ്വം ഉപയോഗിച്ചൊരു വാക്കാണ്. അതിലെല്ലാവരും ഉണ്ട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ, മത, സാംസ്കാരിക, ജാതി, വർണ്ണ വ്യത്യാസമില്ലാതെ ഈ ഹാളിലിരിക്കുന്ന എല്ലാ ഇടത്തനാട്ടുകരക്കാരെയും, നമ്മൾ ഇടത്തനാട്ടുകരക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, തൊട്ടടുത്ത കോട്ടോപ്പാടത്തുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളെ നാടിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും, ഏത് സംഘടനയാവട്ടെ, ഏത് പ്രസ്ഥാനമാവട്ടെ, ഇനി രാഷ്ട്രീയമോ മതമോ എന്തുമാവട്ടെ, നന്മ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉറുമ്പും കൂട്ടം വരുന്ന മാതിരി വരുന്നു. അതിങ്ങനെ വന്ന് അത് എത്രത്തോളം വിജയിപ്പിക്കാൻ കഴിയും അത്രത്തോളം വിജയിപ്പിക്കുന്നു. അത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, മറിച്ച് എല്ലാ രംഗത്തും. നമ്മൾ ഇപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്നത് 28ാമത്തെ വീട്ടിലാണ്, വീട് കൈമാറുന്ന ചടങ്ങിലാണ്. അതിൽ 7 എണ്ണമാണ് ഇപ്പോൾ കൈമാറുന്നത്. ഇതിൻ്റെ മുന്നേ ഈ വേദിയിൽ വെച്ച് പല ഘട്ടങ്ങളിലായി പല ആളുകളുടെ സ്വപ്നം, ആ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മളൊക്കെ കൂടെ നിന്നവരാണ്. അതിൽ ഈ സംഘാടകർ ഇതിൻ്റെ 1000 രൂപ വെച്ച് പിരിക്കുന്നതും, ഒരു മാസത്തിൽ 1000 ഒരാളേക്കൊന്ന് വാങ്ങി 12,000 രൂപ വർഷം പിരിക്കുന്നതും ഒക്കെ കൃത്യമായി റിപ്പോർട്ടിൽ പറയും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് വളരെ കൃത്യമായി ഒരു പൈസ പിരിച്ച് ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുത്ത് അത് ആ വീട് യാഥാർത്ഥ്യമാക്കുന്ന രീതിയല്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പരമാവധി സഹകരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വീക്ഷിക്കുമ്പോൾ ഈ വീട് പണിയുടെ കാര്യത്തിലൊക്കെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാറില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിൽ എൻ്റെ പെങ്ങക്ക്, അല്ലെ എൻ്റെ അനിയത്തിക്ക്, അല്ലെ ഏട്ടന്, എൻ്റെ വീട്ടിലൊരാൾക്ക് വീട് പണി നടക്കുന്നത് നമ്മളെങ്ങനെയായിരിക്കും? നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കുമോ? ഇല്ലല്ലോ. മറിച്ച് അവരെ കൂടെ നിന്ന്, അവിടെ ചിലപ്പോൾ മണ്ണേറ്റാനാവും, ചിലപ്പോൾ വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനാവും. അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മുടെ ഒരു പെങ്ങൾക്ക് എങ്ങനെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെ സഹോദരൻ എങ്ങനെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, ആ രീതിയിൽ അതിനെ രൂപപ്പെടുത്തി നമ്മൾ ആ ഒരു ചടങ്ങ് വെച്ച്, ഇങ്ങനെ ഒരു ചടങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. പലപ്പോഴും AC ഇട്ട നല്ല റൂമിൽ, അല്ലെങ്കിൽ ഫാൻ ഇട്ട നല്ല റൂമിൽ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മഴ നമ്മളൊക്കെ പലപ്പോഴും ആസ്വദിക്കാറായില്ല, അല്ലേ? നല്ല മഴയത്ത് AC ഒന്നും ഇല്ലാത്ത വീടാണെന്ന് നല്ലൊരു ഫാൻ ഇട്ടാൽ കിട്ടുന്ന സുഖം ആലോചിച്ചിട്ടുണ്ടോ? കടന്നുറങ്ങാൻ ചെറിയൊരു പുതപ്പും കൂടി ഉണ്ടെങ്കിൽ. എന്നാൽ മഴ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു ആ വീടുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന സമയത്ത്, ആദ്യ സമയത്തൊക്കെ അമ്പലപ്പാറയിലൊരു വീടിൻ്റെ ഒരു പിക്ചർ, ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ, ഈ വീട്ടിലേക്കാണ് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? ആ മഴ വരുമ്പോൾ ഉള്ളിലിങ്ങനെ ഒരു ആന്തൽ വരുന്ന, ഒരു പേടി വരുന്ന, ഭയം വരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കണ്ടെത്തി അത് അർഹരിലേക്ക് വളരെ കൃത്യമായി ഒരു ഫോം, അവരുടെ ഫോമൊക്കെ കൃത്യമായി നമ്മുടെ ചാരിറ്റി കൂട്ടായ്മയുടെ ഫോമൊക്കെ നോക്കിയാൽ അറിയാം, വളരെ കൃത്യമായി അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ കയ്യിലേക്ക് എല്ലാവർക്കും തീർന്നു. ഞാനത് വീണ്ടും എടുത്ത് പറയുന്നത് എന്താരോ, പല സംവിധാനങ്ങളും വർക്കുകൾ കുറച്ച് എത്രത്തോളം ആ രൂപ കൊടുക്കുന്ന ഭവന പദ്ധതിക്ക് എത്രത്തോളം രൂപ ആവും എന്നിങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാവർക്കും കഴിഞ്ഞ് താക്കോൽ അവരെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയോടൊപ്പം തന്നെ ഇടത്തനാട്ടുകരയിലെ എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് ഈ പദ്ധതി കണ്ടറിഞ്ഞ് കുറേ ആളുകൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പല ആളുകളും സംഘാടകരെ സമീപിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് നമ്മുടെ ഒരു വിജയമാണ്, ഇടത്തനാട്ടുകരക്കാരുടെ ഒരു വിജയമാണ്. ഞാൻ ഈ ഇടത്തനാട്ടുകര വീണ്ടും പറയുന്നത്, ഈയിടെ ഒരു ഹോം കെയർ, പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു ഹോം കെയർ പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നു. ക്യാൻസർ രോഗിയാണ്, ക്യാൻസർ പോലുള്ള രോഗിയാണ്, പെൺമക്കളാണ് ഉള്ളത്. അവരുടെ പ്രശ്നം ക്യാൻസർ അല്ല, തല ചായ്ക്കാൻ ഒരു വീടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് മരുന്ന് കൊടുത്തിട്ട് എന്താ? ആദ്യം അവർക്ക് വേണ്ട ഭക്ഷണം, സുരക്ഷിതമായൊരു വീടാണ് വേണ്ടത്, അല്ലേ? പാലിയേറ്റീവ് കെയറിന് ചില പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വീട് വെച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള പ്രവർത്തനങ്ങൾ, ഹോം കെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടും. ഞങ്ങൾ പറഞ്ഞു, ചാരിറ്റി കൂട്ടായ്മയുടെ ഭാരവാഹികൾക്ക്, ഇവിടുത്തെ ഈ പ്രാദേശിക കൂട്ടായ്മ ആളുകളുണ്ട്, അവരുമായി ഒരു ലെറ്റർ കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വീട്ടിലേക്ക് എത്തുന്നതിന്. വീടൊക്കെ നല്ല മനോഹരമായൊരു വീട് പണിതിട്ടുണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം തോന്നിയൊരു നിമിഷമുണ്ട്. ഞാനും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഞാനും കൂടി കാരണക്കാരനായല്ലോ എന്നുള്ളൊരു അഭിമാനബോധത്തോടെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ആ ഉമ്മാക്ക് ഏത് മരുന്ന് കൊടുത്തിട്ടും കിട്ടാത്തൊരാശ്വാസം ആ ഉമ്മാക്ക് ആ വീടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു സുരക്ഷിതത്വം ആ വീടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കിട്ടുന്നുണ്ട്.
അതാണ്, ആ ഒരു ഉറപ്പാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുള്ളത്. നമ്മൾ പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാലും നമ്മളെ ജില്ലയിൽ തന്നെ 3 ഹോം കെയർ സംവിധാനം ഞായറാഴ്ച ഉൾപ്പെടെ നടക്കുന്നത് ഈ നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. നിങ്ങളിങ്ങനെ അടുത്ത് പരിശോധിച്ച് നോക്കിയേ, ഈ ഒരു 5 വർഷത്തിനിടക്ക് എത്ര പിരിവ് നമ്മളെ മുന്നിൽ വന്നു? ഏതെങ്കിലും ഒരു പിരിവിന് 1 രൂപ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്നും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പല പിരിവും സാമ്പത്തികമായി സമാഹരണം നടക്കാത്തത് കൊണ്ട് പിന്നോക്കം നിൽക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് സാധിക്കുന്നത് നമ്മുടെ നാട്, ഞാൻ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ രൂപപ്പെട്ടൊരു മണ്ണല്ല. ഇത്തരം നല്ല രീതിയിൽ പാലിയേറ്റീവ് ആയാലും ചാരിറ്റി ആയാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും മതസംഘടനകളുടെ പ്രവർത്തനങ്ങളായാലും ഒക്കെ നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ വളക്കൂളുള്ളൊരു മണ്ണായി മാറിയതിൽ നമ്മുടെ മുന്നേ സഞ്ചരിച്ച മതരംഗത്തുള്ള ആളുകളുണ്ട്, പള്ളികളുണ്ട്, ചർച്ചുകളുണ്ട്, അമ്പലങ്ങളുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഈ മണ്ണിങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ വളരെ കൃത്യമായി ഇങ്ങനെയൊക്കെ ചെയ്യണം, ആളുകളെ പറഞ്ഞും പഠിപ്പിച്ചും ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തും ആ രീതിയിലേക്ക് എത്തിച്ചതിൽ ഈ സാഹചര്യത്തിൽ അവരെ കൂടി ഓർക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട്. ഈ ഒരു ഒത്തൊരുമ, ഈ ഒരു പിടുത്തം നമ്മളെ ആർക്കെങ്കിലും, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തീങ്കാന ഭാഗത്ത് ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ ആ രോഗി അലനല്ലൂർ നമ്മളെ പഞ്ചായത്തിൻ്റെ തൊട്ട് താമസിക്കുന്ന രോഗിയാണ്. അയാൾക്ക് അവിടെ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞു വീടും, ക്യാൻസറാണ്, മക്കളൊന്നുമില്ല. ഞാൻ പേര് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അവർ ആ ഭാഗത്തുള്ള പാലിയേറ്റീവിൻ്റെ സർവീസൊക്കെ നിർത്തി അവിടെ ഒരു ക്ലിനിക്കായപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അവർ നേരെ എത്തിങ്ങാന ഭാഗത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. അപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ വന്നോട്ട് എന്താ, ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ ഒരു സംവിധാനം. ഒന്ന് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഒരു ഞായറാഴ്ച ഉൾപ്പെടെ വിളിച്ചാൽ നിങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തേക്ക് അവരെത്തിയിട്ടില്ല, അവരെ പോരായ്മയല്ല, വളർന്നു വരുന്നുള്ളൂ. അതിലുപരി ഇവിടുന്ന് ആവുമ്പോൾ മരുന്നിൻ്റെയും മറ്റു ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നടന്നു പോകും. കാരണം 2 പേർക്കും അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്ന ആളാണ്, ചെറിയൊരു ജോലി ചെയ്യുന്ന ആളാണ്. അതെങ്ങനെ നടന്നു പോകുന്നുള്ളൊരു ആശങ്ക ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരുമ നമുക്ക് കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട്. വീണ്ടും ഒരുമിച്ച് നിൽക്കേണ്ടത്, നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നമുക്ക് നേരിടേണ്ടതുണ്ട്. എന്നാലും ചില പ്രയാസങ്ങളൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടും മറ്റുമായൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും ചോദ്യചിഹ്നമായി പല വാർത്തകളിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴും അതിനെതിരെ കൂടി ഇത്തരം മൂവ്മെൻറ്റുകൾ, ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഇത്തരം രീതിയിലുള്ള കൂട്ടിച്ചേരലുകൾ വേണ്ടതുണ്ട്. അതും കൂടി ആകുമ്പോഴേ നമുക്കൊരു ഒത്തൊരുമയിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു. എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ ഒരു പിടി പ്രവർത്തനങ്ങൾ, ഇത് നമ്മളുടെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഇവിടെ ചടങ്ങ് നടക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അസുഖവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോൾ ആ രോഗിയോട് പറഞ്ഞത് 25 ലക്ഷം രൂപ കെട്ടിവെക്കി, എന്നിട്ട് നമുക്ക് ചികിത്സ തുടങ്ങാം, അതിനുള്ള ചെലവ് ഏകദേശം കാണുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മളെ പരിചരണവുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവ് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് ഓർമ്മ വരുന്ന ഒരു മുഖമാണ്, ഒരു അത്താണിയാണ്, ഒരു കൂടെ നിൽക്കുന്ന ഒരാങ്ങള അല്ലെങ്കിൽ അച്ഛൻ, ഏട്ടൻ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ ചാരിറ്റി കൂട്ടായ്മ. ആ രീതിയിൽ ചാരിറ്റി കൂട്ടായ്മയെ കൃത്യമായി രൂപപ്പെടുത്തിയതിൽ ഇതിന് മുന്നേ സഞ്ചരിച്ച ധാരാളം പേർ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രയത്നത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുപോലെ തന്നെ നല്ലൊരു വളണ്ടിയർ വിങ്, നമുക്കറിയാം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ എന്നെ മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞു കിഡ്നി രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളിലും നമ്മുടെ ഒരു ഗൾഫിൽ നിന്ന് മോചനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കുടക്കുഴിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മക്കുള്ള പങ്ക് ചെറുതല്ല. അവരുടെ പ്രവർത്തകരെ, അവരുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും മുത്തടങ്കം പ്രശംസിച്ചുകൊണ്ട് ഈ ഒരു നല്ല സദസ്സിന് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും മുഴുവൻ എടത്തനാട്ടുകരക്കാരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.